നമസ്കാരം ഫ്രണ്ട്സ്, ഗരമസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഞാൻ നല്ല പഴുത്തൊരു പപ്പായ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പപ്പായ കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് പഴുത്ത കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. നന്നായിട്ട് തണുത്ത് വരൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ പപ്പായ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടിലൻ ജ്യൂസാണ് പപ്പായ ജ്യൂസ്. പപ്പായയും നാരങ്ങയും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ജ്യൂസ് ആട്ടോ ഇത്. ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ പപ്പായ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഒരു വലിയ ബൗളിലോട്ടാണ് ഞാൻ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. നമുക്കിനി 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കണം. നമ്മുടെ പപ്പായ നല്ല മധുരമുണ്ട്, എന്നാലും കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. അതുമായിട്ട് വെള്ളം ഒഴിക്കുക. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പപ്പായയാണ്. ആദ്യം ഞാൻ ഈ പപ്പായ എടുക്കുക കേട്ടോ. ഇതിൻ്റെ കുരു നമുക്ക് കളയാം. ഇനി ഇത് പീൽ ചെയ്തെടുക്കൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുക കേട്ടോ വേണ്ടത്. ഒരിക്കലും മിക്സിയിലിട്ടിട്ട് അടിക്കരുത് ഈ ജ്യൂസ്. അപ്പോൾ അതിൻ്റെതായൊരു ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ ചുരണ്ടി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കുമല്ലോ, വത്തക്ക വെള്ളം, അതൊക്കെ ഇതുപോലെ ചുരണ്ടി എടുക്കുകയാണെങ്കിലാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ സീഡ്സിൻ്റെ മുകളിലുള്ള ഇതുപോലൊരു പാട ഉണ്ടാവുമല്ലോ, ഇത് നമുക്ക് കളയാം. ഇനി ഇങ്ങനെ ചുരണ്ടി വയ്ക്കാം. ഇതിന് കൂടുതൽ നമ്മുടെ പഞ്ചസാരയും നാരങ്ങയുടെ വെള്ളം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഈ പപ്പായയുടെ ഒരു പകുതി പോർഷൻ അത്രയും എടുക്കണം കേട്ടോ. ഈ ജ്യൂസിലോട്ട് ഒരുപാട് പപ്പായയുടെ ഭാഗം ഉണ്ടായിരിക്കണം, വെള്ളമല്ല കൂടുതൽ വേണ്ടേ. പിന്നെ ഈ പപ്പായ റെഡ് ലേഡി പപ്പായയുടെ ഫസ്റ്റ് ജനറേഷനാണ്. അപ്പോൾ റെഡ് കളർ ആവില്ല ഈ പപ്പായ. നല്ല ടേസ്റ്റാണ് ഈ പപ്പായക്ക്. റെഡ് ലേഡിയുടെ അതേ മധുരവും അത്രയും വലുപ്പവും ഫ്ലഷും ഒക്കെ ഉണ്ട് ഈ പപ്പായക്കും. പക്ഷെ കളറ് റെഡ് കളർ ആയിരിക്കില്ല കേട്ടോ. സാധാരണ റെഡ് ലേഡിയിൽ സീഡ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ സീഡ്സൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി അടുത്ത പപ്പായ എടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചുരണ്ടി എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. എത്രത്തോളം പഴുത്ത പപ്പായ ഉണ്ടോ അത്രത്തോളം പഴുത്ത പപ്പായ എടുക്കണം. അതിനായിരിക്കും പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. നമുക്കിത് ചുരണ്ടി എടുക്കാം. ഈ പപ്പായ എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ അത്രയും നല്ലൊരു കലവറയാണ്. പിന്നെ ഇത് വീട്ടിലുണ്ടായ പപ്പായ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ഇല്ല കേട്ടോ. ഇതിന് ഞാൻ ജൈവവളം ഇട്ടിട്ട് വളർത്തുന്ന പപ്പായയാണ്. അതുപോലെ തന്നെ നമ്മളിത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. മരത്തിൽ തന്നെ നിന്നിട്ട് ഒന്ന് പഴുത്ത് വരുമ്പോഴാണ് ഇതിനെ പറിച്ചു വെക്കുന്നത്. പിന്നെ 2 ദിവസം നമ്മൾ വീടിൻ്റെ അകത്ത് പേപ്പറിൽ കവർ ചെയ്ത് വെക്കും, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മുടെ പപ്പായ നന്നായിട്ട് തന്നെ പഴുത്ത് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം 1 ദിവസമൊക്കെ തണുപ്പിച്ചെടുത്ത പപ്പായയാണ്. അതുകൊണ്ട് ഇതിലോട്ട് ഞാൻ ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചേർത്ത വെള്ളം ഐസ് വാട്ടറൊന്നും അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ തണുത്ത പപ്പായ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ചുരണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കിടിലനായിട്ടുള്ള പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വലിയ പീസസൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു മാഷറൊക്കെ ഉപയോഗിച്ചിട്ട് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വിസ്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമുക്കിതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അല്ലേ. ഇതുണ്ടല്ലേ, ഇത് സീഡ്സിൻ്റെ അടിഭാഗത്തുള്ള ഒരു ലെയർ ഉണ്ടാവുമല്ലോ, തൊലി പോലെ, അതാണ്. അപ്പോൾ ഇതങ്ങ് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ ജ്യൂസിനെ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നല്ല മധുരമുള്ള കിടിലൻ പപ്പായ ജ്യൂസ് ആട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈസി ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് കാലത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ചിലവ് കുറഞ്ഞ ജ്യൂസാണ് ഈ പപ്പായ ജ്യൂസ്. ഫ്രണ്ട്സ്, വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.